എൻ്റെ പടം അല്ല, സാറിൻ്റെ പടം സൂപ്പറാണ്, സൂപ്പർ ആക്ടിംഗ് ആണ്. സാറ് ഫസ്റ്റിൽ ഞാൻ കഴിഞ്ഞ മാസം ചെന്നൈ പോയിരുന്നു അദ്ദേഹത്തെ കാണാൻ. അപ്പോൾ ഈ കൂലിയുടെ പടത്തിൻ്റെ ഷൂട്ടിങ്ങിന് ഹൈദരാബാദിൽ പോയി. എനിക്ക് കാണാൻ പറ്റിയില്ലായിരുന്നു. വളരെ നിരാശയോടുകൂടിയാണ് ട്രിവാൻഡ്രത്ത് മടങ്ങി വന്നത്. ഇനിയും ദൈവം സഹായിച്ച് സാറിൻ്റെ വസതിയിൽ പോയി അദ്ദേഹത്തെ നേരിട്ടൊന്ന് കാണണമെന്ന വലിയ ആഗ്രഹമാണ്. ആരാധനയുടെ ഭാഗമായിട്ടാണോ കൂലിയുടെ അതേ ഒരു കോട്ടലിട്ട്? അതെ അതെ, സാറിൻ്റെ അതേ വേഷം ഇട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ മൊത്തത്തിൽ പടം കണ്ടിട്ട് എങ്ങനെയുണ്ട്? രോമാഞ്ചം വരുന്നു, അടിപൊളിയാണ്. സാറിൻ്റെ ആക്ടിങ് വളരെ അടിപൊളിയാണ്. ഇപ്പോൾ എല്ലാവരും പല ആൾക്കാരും പറയുന്നുണ്ട് ഇതിൽ ചെറിയ ലാഗ് ഉണ്ട്, പണം വിചാരിച്ചത്ര പോരാ. അപ്പോൾ ഫാൻ എന്താ പറയുക? അല്ല, എനിക്കത് അഭിപ്രായം നല്ലതാണെന്നാണ് എൻ്റെ അഭിപ്രായം. സാർ ഏറ്റവും മികച്ചൊരു ആക്ടറാണ്, അതിൻ്റെ സംശയമില്ല, യാതൊരു സംശയവുമില്ല. ലോകേഷ് അതുപോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് അത് വില്ലൻ ടൈപ്പാണ്. സൗബിൻ എങ്ങനെയുണ്ട്? ശരി, ഒരുവിധം കൊള്ളാം. അപ്പോഴും തലവർ എന്നെ മുകളിൽ നിൽക്കുന്നു. അല്ല, തലവരാണ് മുകളിൽ നിൽക്കുന്നത്. രജനി സാറാണ് എൻ്റെ ഫാന്, എൻ്റെ ആരാധകനാണ്. രജനി സാറാണ് താങ്കളുടെ ഫാൻ, അതോ താങ്കൾ രജനീകാന്തിന്റെ ഫാനാണോ? എൻ്റെ ഫാനാണ് അദ്ദേഹം. ഓ, അങ്ങനെ. മൂവി ലോകേഷിന്റെ പടമല്ല. അല്ല, പറഞ്ഞ ഹൈപ്പിനുള്ളതൊന്നും ഉണ്ടായിരുന്നില്ല. ചേട്ടാ, മൂവി എങ്ങനെയുണ്ടായിരുന്നു? നല്ല സിനിമയായിരുന്നു. നല്ല സിനിമ. ലോകി സിനിമ തന്നെയാണോ? തന്നെ. മൂവി എങ്ങനെയുണ്ടായിരുന്നു? പോരാ. എന്താ ഫോൾട്ട് ആയിട്ട് തോന്നിയ സിനിമയില്? ലോകേഷിന്റെ വിചാരിച്ചാണ് വന്നത്, പക്ഷെ ലോകേഷിന്റെ അത് അത്ര വന്നിട്ടില്ല. ഇല്ല. ചേട്ടാ, മൂവി എങ്ങനെയുണ്ട്? ഒന്നും പറയില്ല. ചേട്ടാ, മൂവി എങ്ങനെയുണ്ട്? നല്ല മൂവി. കുഴപ്പമില്ല, കാണാം. ഭയങ്കര ഒരു ഇമ്പാക്ട് പ്രതീക്ഷിച്ചിട്ടാണോ പോയത്? എന്നാലും ഭയങ്കര പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. എന്നിട്ട് പോലും അത്രയും ഇഷ്ടപ്പെട്ടില്ല. ഒരു കുറച്ചുകൂടെയൊക്കെ ഒരു ഇതാവായിരുന്നു. അതിൽ കയറി പോകുന്നുണ്ട്, പക്ഷെ ആ സ്റ്റേബിളായി നിൽക്കുന്നില്ല. പിന്നെയും താഴെ പോകും. രജനി സ്റ്റൈൽ അടിപൊളി. നമ്മുടെ മലയാളികളെ സൗബിനൊക്കെ സിനിമയിൽ ഒരുപാട് സ്ക്രീൻ സ്പേസ് ഉണ്ടായിരുന്നു. എക്സ്പെക്ട് ചെയ്യുന്നതിനെക്കാട്ടും ഉണ്ടായിരുന്നു. നാഗാർജുനേക്കാട്ടിലും ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് റിയലി നൈസ്. അടിപൊളിയായിരുന്നു. നല്ലായിരുന്നു. അടിപൊളി. നമ്മുടെ സ്ഥിരം ലോകിയുടെ സിനിമ പോലെ ആ ഒരു ലെവല് വന്നിട്ടില്ല. ലാസ്റ്റ് അമീർ ഖാൻ എന്തിനു വന്ന ഒരു കോമാളി ടൈപ്പ് ആയിപ്പോയി അമീർ ഖാൻ. സൗണ്ടിനൊക്കെ തീ വേറെ ലെവൽ. അടിപൊളിയല്ല, അങ്ങനെയല്ല. ചേട്ടാ, കാണിച്ചത് തന്നെ കഥയെ സത്യരാജ് കാണ്ടി ഇത് പண்றா பழி வாங்குறா அவ்வளவுதான் கதை.